പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ തലമുറയെയും അങ്ങേ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി കാഴ്ചവെക്കുന്നു. ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. 100 മേനി ഫലം നൽകുവാൻ തക്കവണ്ണത്തിൽ ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളെ, ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ അവിടുന്ന് ഒരുക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി എടുത്തിരിക്കുന്ന വിഷയം പ്രസാദകരമായ ജീവിതം. പ്രസാദകരമായ ജീവിതം. വചനം നൽകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രസാദകരമായ ജീവിതം? എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുക? എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, സുഭാഷിതം 16:7 നാം വായിക്കുന്നു, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, പ്രസാദകരമായൊരു ജീവിതം നയിക്കുന്നതിന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശുവിൻ്റെ പരിമളമായി, യേശുവിൻ്റെ സാക്ഷ്യങ്ങളായി ജീവിക്കുന്നവരാണ് യേശുവിനെ പ്രസാദിപ്പിക്കുന്നവർ. യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശുവിൻ്റെ പരിമളങ്ങളായി, യേശുവിൻ്റെ സാക്ഷ്യങ്ങളായി ജീവിക്കുന്നവരാണ് യേശുവിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർ. പഴയ നിയമത്തിൽ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ പരിമളമായി സാക്ഷ്യമായി തീർന്നവനാണ്. മൂശ പ്രവാചകൻ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ പരിമളമായി സാക്ഷ്യമായി ജീവിച്ചവനാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീഹന്മാർ യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശുവിൻ്റെ പരിമളമായി, യേശുവിൻ്റെ സാക്ഷ്യങ്ങളായി ജീവിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യാത്മാക്കളെ സ്നേഹിച്ച്, ആത്മരക്ഷയെ സ്നേഹിച്ച്, നിത്യതയെ സ്നേഹിച്ച്, നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനും കഴിയുമ്പോഴാണ് ഒരുവൻ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നത്. ആത്മീയ ജ്ഞാനം നിറഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിക്കാനും തീരുമാനിക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനും സാധിക്കുന്നത്. അവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ സന്തോഷം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഒരു പ്രൊഫസറായിരുന്നു. വിശുദ്ധ ജിയന്ന ഒരു ഡോക്ടറായിരുന്നു. വിശുദ്ധ അംബ്രോസ് ഒരു ഗവർണറായിരുന്നു. ദൈവത്തിന് പ്രസാദകരമായത്
തീരുമാനിക്കാൻ ഒരു പക്ഷേ ജോലി, ബിരുദം, ശമ്പളം, പദവി ഇവയെല്ലാം വിട്ടുപേക്ഷിച്ച് യേശുവിന് പ്രസാദകരമായ ജീവിതം നയിച്ചവരാണ് വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയറും വിശുദ്ധ ജിയന്നയും വിശുദ്ധ അംബ്രോസും ഒക്കെ. കാരണം ദൈവത്തിന് പ്രീതികരമായത് അവർ തങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയെ പൂട്ടിക്കളയുന്ന, ദൈവിക കൃപയെ തകർത്ത് കളയുന്ന, ദൈവിക ചൈതന്യത്തിൽ നിന്ന് വിട്ടുമാറുന്ന എല്ലാ പ്രവൃത്തികളെയും അവർ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ മദ്യപാനം, പുകവലി, ജഡമോഹങ്ങൾ, ദ്രവ്യ ആസക്തി ഇവയെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി, ദൈവകൃപയെ പ്രതി വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരുവൻ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിന് പ്രഥമമായ സ്ഥാനം നൽകുന്നവരാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവർ. ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, സംശയിക്കപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു നീങ്ങിയേക്കാം. എന്നാലും യേശുവിനെ അവർ ഉപേക്ഷിക്കുകയില്ല. യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശുവിൻ്റെ പരിമളങ്ങളായി, സാക്ഷ്യങ്ങളായി തീരുവാൻ തങ്ങളെ തന്നെ അവർ വിട്ടുകൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം തന്നെയാണ് പുത്രൻ്റെയും ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് ഒടുക്കത്തോളം നിറവേറപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് പൂർണ്ണമായും ഒടുക്കത്തോളം നിറവേറപ്പെടണം. ദൈവദാസനായ കനീസിയസ് പിതാവ് പറയുന്നതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും ഒടുക്കത്തോളം അത് പൂർണ്ണമായി തീരണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഹൃദയത്തിൻ്റെ ഭക്ഷണമായി സ്വീകരിച്ചവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടം, എനിക്ക് കുറേ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. എൻ്റെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എന്ന് പറയുന്നത്. ഇന്ന് ശാലോം വിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് മക്കൾ ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ട്. അവരോട് ഈശോ ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം അത് പൂർണ്ണമായി നിറവേറ്റാനായിട്ടാണോ നീയും നിന്റെ കുടുംബവും പരിശ്രമിക്കുന്നത്? സ്വന്തം ഇഷ്ടങ്ങളുടെ പിറകെ, താല്പര്യങ്ങളുടെ പിറകെ, മമതകളുടെ പിറകെ കടന്നു ചെന്നിട്ട് ദൈവത്തെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാൻ കർത്താവ് മാടി വിളിക്കുകയാണ്. വീണ്ടും, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഹെബ്രായർ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിക്കും. എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണമെന്ന് നിർബന്ധമില്ല, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കണമെന്ന് നിർബന്ധമില്ല.
പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം എന്നാണ് വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. എവിടെ വിശ്വാസം ക്ഷയിക്കുന്നുവോ അവിടെ പാപം വർദ്ധിക്കും. എവിടെ വിശ്വാസം ക്ഷയിക്കുന്നുവോ അവിടെ പാപം വർദ്ധിക്കുകയാണ്. പാപത്തിൻ്റെ വഴികൾ ഏതാണെന്ന് ചോദിച്ചാൽ അഹങ്കാരം, അനീതി, അത്യാഗ്രഹം, ഇത് പാപത്തിൻ്റെ വഴികളാണ്. വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് അഹങ്കാരിയായി മാറുന്നത്, തൻ്റെടിയായി മാറുന്നത്, ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അനീതിപൂർവമായ പ്രവർത്തനത്തിലേക്ക് നാം വഴുതി വീഴുന്നത്. മാത്രമല്ല അത്യാഗ്രഹത്തിലേക്ക്, കാഴ്ചയിലും കേൾവിയിലും പ്രവൃത്തിയിലും അത്യാഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വചനം പറയുന്നു, ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ക്ഷയിക്കുമ്പോൾ, വിശ്വാസം കുറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദകരമായ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകലുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹിക്കേണ്ടി വരുമ്പോൾ, പരാജയപ്പെടേണ്ടി വരുമ്പോൾ, തോറ്റുകൊടുക്കേണ്ടി വരുമ്പോൾ, വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രോഗിക്ക് സൗഖ്യം നൽകുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രോഗിക്ക് സൗഖ്യം നൽകുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ ഉള്ളിലെ വിശ്വാസം അവർണ്ണനീയമാണ്. വിശ്വാസം വളരുന്നത് കാണാൻ സാധിക്കും. ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലം വചന കൂടാരത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നു. കണ്ണുനീരോടെയാണ് അവർ കടന്നു വന്നത്. ഗർഭധാരണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കൈയില്ല, വിരലുകളില്ല, ശരീര അവയവങ്ങൾ വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുമായിട്ടാണ് കടന്നു വന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രണ്ടുപേരുടെയും ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്ന് കുടുകുടാ വീഴുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു, ദിവ്യവൈദ്യനും ഔഷധമായ യേശുവേ, എന്നിലും എൻ്റെ ഗർഭസ്ഥ ശിശുവിലും വന്ന് നിറയണമേ എന്ന് ആവർത്തിച്ച് ചെല്ലുക. കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. സുന്ദരനായിരിക്കുന്ന ഒരു ആൺകുഞ്ഞ്, അംഗവൈകല്യങ്ങൾ ഒന്നുമില്ലാത്തൊരു കുഞ്ഞ്. രണ്ടുപേരും മാതാവിൻ്റെ സന്നിധിയിൽ ആ കുഞ്ഞിനെ സമർപ്പിച്ച് വാവിട്ട് കരഞ്ഞ് മാതാവിന് നന്ദി പറഞ്ഞു പോയ സംഭവം ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ലോക സമ്പത്ത്, ലൗകികമായ സമ്പത്ത് അല്പം കുറഞ്ഞു പോയാലും ദൈവിക സമ്പത്ത് കുറഞ്ഞു പോകരുത്. ലോകത്തിൻ്റെ സംരക്ഷണം കുറഞ്ഞു പോയാലും ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് വിട്ടുമാറാൻ നീ മനസ്സാകരുത്. ലോകത്തിൻ്റെ സൗഹൃദത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്കും, ഒരു കുടുംബത്തിനും, ഒരു കുഞ്ഞിനും, ഒരു തറവാടിനും ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കാരണം അവൻ ദൈവപ്രസാദത്തിലാണ് വളർന്നു വരുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവീകമായ പ്രസാദത്തിൽ വളർന്നു വരണമെങ്കിൽ ഒന്നാമതായി വിശ്വാസത്തിൽ വളർച്ച വേണം. രണ്ടാമതായി
ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണം. അവർക്കാണ് ദൈവപ്രസാദത്തിൽ വളരാൻ സാധിക്കുന്നത്. 147 സങ്കീർത്തനം 11 തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുക, അവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് എന്ന്. കുരിശിൽ കിടക്കുന്ന വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോട് പറഞ്ഞില്ലേ, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? നമ്മളാണെങ്കിൽ ന്യായമായിട്ടും ഈ ശിക്ഷയ്ക്ക് അർഹമാണ്. എന്നാൽ ഈ മനുഷ്യൻ നീതിമാനാണ്. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? വലതുവശത്ത് കിടക്കുന്ന കള്ളൻ അവൻ്റെ മുറിവുകൾ, അവൻ്റെ കുറ്റബോധങ്ങൾ, അപകർഷതാബോധങ്ങൾ അവയെല്ലാം തിരുമുറിവായി മാറി. കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, ഇന്നു നീ എന്നോടുകൂടി പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായി മാറണം. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് വിട്ടുമാറാനായിട്ടുള്ള മനസ്സും മനസ്ഥിതിയുമുള്ള വ്യക്തിയായി മാറണം. അപ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക. വീണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്ന ത്യാഗപ്രവർത്തികൾ ചെയ്യാൻ ഓരോ ക്രൈസ്തവനും ഓരോ വ്യക്തിയും തയ്യാറാകണം. എന്നിൽ നിന്ന് ദൈവം എന്ത് ത്യാഗപ്രവൃത്തിയാണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുന്നത്. ഹെബ്രായർ ലേഖനം 13 15 നാം വായിക്കുന്നു, നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ബലിപീഠം, ബലിയർപ്പണം കർത്താവിന് പ്രീതികരമാണ്. നന്മ ചെയ്യുക, പങ്കുവെക്കുക ദൈവത്തിന് പ്രീതികരമാണ്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണെന്ന്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തെ നോക്കിക്കൊണ്ട്, അൾത്താരെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമ്മൾ കാണാം. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവർക്കാണ് അപ്രകാരം ജീവിക്കുവാനായിട്ട് സാധിക്കുക. ആത്മാവിൽ ഉയരാൻ, ത്യാഗപ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വിശുദ്ധന്മാർ നമ്മോട് ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധനായ പാതിരെ പിയോ രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം ശരീരത്തെ ചാട്ട കൊണ്ട് അടിക്കുമായിരുന്നു, ദൈവം ആവശ്യപ്പെടുന്ന ത്യാഗപ്രവൃത്തികൾ ചെയ്യാൻ. വിശുദ്ധനായിരിക്കുന്ന യോഹന്നാൻ ക്രൂസ് അരയിൽ മുള്ളരഞ്ഞാണം കെട്ടിക്കൊണ്ട് ശരീരത്തെ സ്വയം പീഡിപ്പിച്ച് ആത്മാവിൽ വളരാൻ ശ്രമിക്കുമായിരുന്നു. സഹനം, ത്യാഗം, ഉപവാസം ഇവയൊക്കെ രക്തസാക്ഷികളുടെയും വിശുദ്ധന്മാരുടെയും സന്തത സഹചാരികളായിരുന്നു. ഇന്ന് ദൈവജനം ത്യാഗത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കുകയാണ്. കുരിശുകളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ വേണം, കുരിശിനെ വേണ്ട. ഇതാണ് പലരുടെയും മുദ്രാവാക്യം. കുരിശുള്ളിടത്തെല്ലാം യേശു ഉണ്ട്, യേശുള്ളിടത്തെല്ലാം കുരിശുമുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആവശ്യപ്പെടുന്ന
ഏത് ത്യാഗപ്രവൃത്തിയും ഏറ്റെടുക്കാൻ തയ്യാറായി തീരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികളായി രൂപാന്തരം പ്രാപിക്കുന്നത്. ഈശോ എന്താണ് നമ്മോട് പറയുന്നതെന്ന് ഒരിക്കൽ കൂടി ശ്രമിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈശോ വ്യക്തിപരമായിട്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരോട് പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുക. വീണ്ടും ഈശോ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഇവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുക. വീണ്ടും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക. അവസാനമായി, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയോടെ ജീവിക്കുന്നവർ, പരിപൂർണതയിലേക്ക് എന്ത് ത്യാഗം ചെയ്തുകൊണ്ട് പ്രയാണം ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ, ഇവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് 3 അധ്യായങ്ങളാണ് ഉള്ളത്: ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ, ഇന്ന്, നാളെ. ഈ 3 അധ്യായങ്ങളിലും ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ പരിമളങ്ങളായി ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ഇന്ന് അനേകായിരങ്ങൾ ജീവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതമാണോ നീ നയിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇനി മുതൽ നീ എന്ത് ചെയ്യും? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇന്ന് ഈ ശാലോം വിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിച്ചിട്ടില്ല എങ്കിൽ ഇതാ ഞാൻ തിരിച്ചു നടക്കുകയാണ്. എൻ്റെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട് പഴയ മനുഷ്യനെ വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യനായി, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കുവാനുള്ള തിരുവരം തരണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. മക്കളെ, നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നുപോയ എല്ലാ പിഴകളെ നീ മാറ്റിക്കളയണമേ. വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം തരണമേ. ദൈവം ആവശ്യപ്പെടുന്ന ത്യാഗപ്രവർത്തികൾ ഉത്സാഹത്തോടെ അനുഷ്ഠിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധിയോടെ, പരിപൂർണതയോടെ, സ്നേഹത്തോടെ, കരുണയോടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരുന്ന ജനകോടികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.